വളരെയധികം ട്രോളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് രേണുവിൻ്റെ ഈ ഒരു ടോക്കാണ്. സംസാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്കൊന്ന് കേൾക്കാം. അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിങ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത്. സംശയം ജനിക്കും. കാരണം അത് ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നില്ല. ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങിപ്പോയ പോലെ തോന്നുന്നു. ഇത്ര നേരം നല്ല ഓണായിട്ടിരുന്നിട്ട് ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല്ലില്ല, അതല്ല, അത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അതിപ്പം എനിക്ക് രണ്ടുമൂന്ന് മെസ്സേജ് വന്നു, ചേച്ചി എന്തിനാണ് രേണു സുധിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ ആർക്ക് വേണ്ടി സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ദേവു അല്ലേ. അല്ലാതെ ദേവുവിന് ആരും കാലത്ത് വന്നിട്ട് സ്ക്രിപ്റ്റ് കൊണ്ട് തന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം കുറെ റീൽസും അല്ലെങ്കിൽ കുറെ ട്രോൾസ് ഒക്കെ കണ്ടു. രേണു സത്യം പുറത്തു വന്നു, രേണു പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് സംസാരിക്കുന്നത് രേണുവും പ്രതീക്ഷയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് സംസാരിക്കുന്നത് ആ ഒരു പഴയ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിനെ മനുവിനൊക്കെ പറ്റിയിട്ടാണ്. അപ്പൊ അതിനകത്ത് രേണു പറയുന്നുണ്ട്, ഞാൻ സുധിച്ചേട്ടനാണ് കല്യാണം കഴിച്ചത്, പാസ്റ്ററിനെ എനിക്കറിയില്ല. പിന്നെ അതിന്റെ ഇടയിൽ രേണു പറയുന്നുണ്ട്, എനിക്കിപ്പോ അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ എന്ന്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, അവരുടെ പാസ്റ്റിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടാവാം. ഓക്കെ, അത് അവരുടെ പേഴ്സണൽ ഇൻഡീപ്പ് കാര്യമാണ്. പക്ഷെ യൂട്യൂബേഴ്സ് ചിലവര് ഇൻഡെപ്ത് കാര്യങ്ങളോട്ട് ഇറങ്ങി ചെന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ, റീച്ചിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലാത്ത കാര്യങ്ങൾ വരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിനെ ഇത്രയും കേരളം അറിയുന്ന രീതിയിൽ ട്രോൾ ചെയ്ത് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാക്കി അങ്ങ് ഉച്ചന്തലയിൽ എത്തിച്ചത് ഈ നാട്ടുകാർ തന്നെയാണ്. ഈ ഒരു എന്താ പറയാ, എല്ലാവരും തന്നെയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇപ്പൊ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ PhD എടുക്കുന്നു, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആവുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുന്നു, അല്ലെങ്കിൽ പൈലറ്റ് ആവുന്നു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അവരുടെ പുറകെ നിന്ന് ആരും ഈ മീഡിയക്കാരോ ഇന്റർവ്യൂസിന് പോവാനോ ട്രോൾ ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ല അല്ലേ. ഇപ്പൊ ഭർത്താവ് മരിച്ച സ്ത്രീകൾ കഷ്ടപ്പെട്ട് മക്കളെയും കൊണ്ട് മക്കളെ ഡേ കെയറിലാക്കിയിട്ട് ജോലിക്ക് പോകുന്നു, അതിന്റെ ഒപ്പം തന്നെ പഠിക്കുന്നു. അങ്ങനെ അവരുടെ ഒരു പൊസിഷനിൽ എത്തിയിട്ട് പല ഉന്നത നിലയിൽ നിന്നിട്ട് ഒരുപാട് സമ്പാദിക്കുന്ന നിലയിലോട്ട് എത്തിയിട്ടുണ്ട്. അവരെ പോലെ തന്നെ രേണും ഈ പറഞ്ഞ മാതിരി ഭർത്താവ് മരിച്ചു, കുടുംബം ഏറ്റെടുക്കണം, 2 മക്കളുണ്ട്, അവരെ ടേക്കപ്പ് ചെയ്യണം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് അറിയാവുന്ന ജോലി അവർ ചെയ്തു പോകുമ്പോൾ അവിടെ എന്തിനാണ് ഈ ഒരു കുന്തളിപ്പ് സംസാരിക്കുന്നത്? പിന്നെ രേണു പറഞ്ഞ ഒരു കാര്യം, ആത്മഹത്യ ചെയ്യാൻ ഒരു പേടിയില്ല, അതൊരു ചെറിയ വാക്കല്ല. അത് ഇൻഡീപ്പ് മൈൻഡ് ഔട്ട് ആവുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരാൾ അതങ്ങനെ സംസാരിക്കണം മീഡിയയുടെ മുന്നിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡ്രാമയായിട്ടോ അതൊരു ചെറിയ കാര്യമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും ഈ കമന്റ് ഇട്ട് ട്രോളുന്നവരൊക്കെ നാളെ ഒരിക്കൽ വിഷമിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരരുത്. കാരണം അങ്ങനെ ഒരു കമന്റിങ് സെക്ഷൻ കാരണം, അല്ലെങ്കിൽ എന്നെയും ഇത്രയും മോശമായ രീതിയിൽ പിക്ചറൈസ് ചെയ്യുന്നു, എനിക്ക് ഇങ്ങനെ നാണം കെട്ടി ജീവിക്കണ്ട എന്നുള്ളൊരു മനുഷ്യ മനസ്സാണ്. നമുക്കറിയില്ല എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോവാന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലോട്ട് ആ ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്ന ഓരോ ട്രോൾ ചെയ്യുന്ന ആൾക്കാരുകളും, ഓരോ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുകളും, ഓരോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വൃത്തികേട് തമ്മനയിൽ വെക്കുന്ന ആൾക്കാരുകൾ, കമന്റ് ഇടുന്ന ആൾക്കാർ, ഇതൊക്കെ ഒരു ദിവസം കുടുങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. മനസ്സിലായോ? നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ആക്കരുത്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു വിഷയം, പാസ്റ്ററിന്റെ കേസ് പറഞ്ഞത് ഇപ്പൊ അങ്ങനെ പറയാം, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ. ഇവിടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അവർക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. ആ ഇന്റർവ്യൂ ഒരു ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിട്ട് സുധി ഭർത്താവാന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവൻ ആരാണ് ഇത് ഇങ്ങനെ കുത്തി ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അത് മനസ്സിലാവുന്നില്ല എനിക്ക്. കാരണം ഇതൊന്നും ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഓരോരുത്തരുടെ ലൈഫിലും ഓരോ പാസ്റ്റ് ഉണ്ടാവും, ഓരോരുത്തരുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങളുണ്ടാവും, ഇൻഡീപ്പ് പ്രൈവസി കാര്യങ്ങൾ. അപ്പോ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അപ്പൊ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ അത് അവിടെ റെസ്പെക്ട് ചെയ്ത് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാതെ അതിനെ എടുത്തു വെച്ച് ട്രോളാക്കുക, അതിനെ എടുത്തു വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലി ഉണ്ട്, അവർക്ക് 2 മക്കൾ വളർന്നു വരുന്നുണ്ട്. അതൊന്നും ഒരു ബാധകല്ല ആർക്കും, അല്ലെ? അത് ആർക്കും ഒരു ബാധകല്ല. ഒരാളെ തേച്ചൊട്ടിക്കാൻ സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു കുടുംബമുണ്ട്, മക്കളുണ്ടെന്നൊന്നും വിചാരിക്കാതെ ആ പ്രാക്ക് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യുക, അവരുടെ കണ്ണീരിന്ന് കിട്ടുന്ന പൈസക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. അത് വൃത്തികെട്ട പരിപാടിയാ. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ വിളിച്ചിരുത്തി ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ
ഇപ്പൊ കറന്റ് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്കമിങ് പ്രൊജക്ട് അല്ലെങ്കിൽ ബുള്ളിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലാതെ സുധിച്ചേട്ടനെ കൊന്നത് രേണുവാണ്, അതല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ മനുഷ്യന്മാരുടെ മനസ്സാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലാക്കിയോ? റീച്ചുണ്ടാക്കി ആ സ്ത്രീ വന്നിരുന്ന് പറഞ്ഞ ഡയലോഗ് ഇപ്പോഴും ലൈക്ക് എനിക്ക് ഒരു പേടിയില്ല എന്ന് പറയുന്നത് അതൊരു ചെറിയ വാക്കല്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇനിയിപ്പോ ഇൻ കേസ് എനിക്കറിയില്ല, ഇൻ കേസ് രേണു എങ്ങാനും ബിഗ് ബോസിൽ വരികയാണെങ്കിലും ഈ ട്രോളന്മാരാണെങ്കിലും അല്ലെങ്കിൽ മോശമായ രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കുകയും തമ്മിൽ ഉണ്ടാക്കുകയും കമന്റ് ഇടുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവര് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അവരുണ്ടാക്കുന്നില്ല, അവർ ആ കാര്യങ്ങൾ ചെയ്തു പോകുന്നതുകൊണ്ട് ഈ കേരളത്തിലോ ലോകത്തിലോ ആർക്കും ഒരു വിഷയമോ നഷ്ടമോ കാര്യങ്ങളും ഉണ്ടാകുന്നില്ല. അതിലും കൂടുതൽ നാട്ടുകാർക്ക് വിഷയം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവിടെ വേറെ നടക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. റീച്ച് കൂടുതൽ കിട്ടുന്നുണ്ടാണോ? റീച്ച് കൂടുതൽ കിട്ടുന്നുണ്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. പക്ഷെ ഈ പറഞ്ഞ മാതിരി വൃത്തികെട്ട രീതിയിൽ പിക്ചറൈസ് ചെയ്യാൻ, കാര്യങ്ങൾ സംസാരിക്കാൻ, പാസ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ അത് കയ്യിൽ നിന്ന് പോയി. അതിനെന്തൊക്കെ കഥകൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്? അവരുടെ ഞാൻ ആ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ട് ഞാൻ സംസാരിക്കാതെ ഇരുന്നത് ഇത് അവരുടെ ഇൻഡീപ്പ് കാര്യങ്ങൾ. ഒന്നും സുധിച്ചോട്ടൻ ജീവിച്ചിരിക്കുന്നില്ല. 2, വാട്ട് എവർ ഇറ്റ് ഈസ്, നടന്നോ നടന്നില്ലേ അതൊരു ഫാക്ടർ അല്ല. അതിനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ഒരാൾക്കാരുടെയും ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാസ്റ്റ് റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊന്നും ചോദിക്കാതെ ഇരിക്കുക എന്നുള്ളൊരു മാന്യതയാണ് ഏറ്റവും വലിയ മാന്യത. പിന്നെ അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് ലീഗൽ വൈസ് പോവേ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക, എന്ത് വേണമെങ്കിലും പോവാം. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർ പറയുമ്പോഴും അവരുടെ സത്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് കയ്യിൽ നിന്ന് പോയതാണോ അതല്ലെങ്കിൽ എന്താണെങ്കിലും അത് ഇപ്പൊ കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ടതോ അതിനെപ്പറ്റി ചോദിക്കേണ്ടതോ അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല.